ഒരു പറവാൻ ഡ്രാമ കടലാമയെ പിടിച്ചിരിക്കുകയാണ്. പാമ്പ് 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 ഉറപ്പാണോ? അയ്യോ പാമ്പ് 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 ഇവിടല്ലേ കയ്യിൽ പോയോ? ചൂണ്ട കയ്യെ കയറിയിരിക്കുക. 2 ദിവസമായിട്ട് മഴ കുറയുമെന്ന് വെയിറ്റ് ചെയ്തു. മഴ കുറഞ്ഞില്ല, വെള്ളം പൊങ്ങി കിടക്കുവാണ്. പക്ഷെ നമ്മൾ ഇന്ന് കുമരത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല, നമുക്ക് തൽക്കാലം വണ്ടി പിടിയിടാം. 2 പേരും കൂടെ ഉണ്ട് നമ്മുടെ അടുത്ത് കേട്ടോ. വേറെ വണ്ടി വരും ഇങ്ങോട്ട്. നമുക്ക് തൽക്കാലം പിടിയിടാം. ഇതിൻ്റെ ഒരു സാധനമൊക്കെ ചുമക്കാനുള്ളൂ. ആണ്ടെ ഫ്രെയിം ഉണ്ടോ? ഫ്രെയിം വെട്ടിയോ? വീട്ടിൽ ഉണ്ടാകണോ? ഇടയ്ക്ക് സ്നാക്സ് ഇട്ട് ഇപ്പോഴാണ് കഴിച്ച് തീർത്ത് വിശപ്പ് കളയണോ? ഇനി എപ്പോഴാണ് തിരിച്ചു നമുക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കൊരു തൊപ്പി കിട്ടുമോ? ഇത് തൊപ്പിയാണോ? ഇതുണ്ടല്ലോ, തൊപ്പിയുണ്ട് ഒരെണ്ണം എക്സ്ട്രാ. പക്ഷെ അത്ര ലുക്കില്ലെന്നേ ഉള്ളൂ. അത് നീ എവിടെ പോകുന്നേ? കുറച്ച് സാധനം ചുമക്കാണ്ടോ? ഓ ഇത് വെള്ളം, ഇത് അങ്ങോട്ട് പെട്രോൾ ലാഭിക്കാമല്ലോ. അല്ലടാ അവനെ കനമുള്ള സാധനം ആർക്കാ വേണ്ടേ? ഫുഡ് ഷാപ്പിൽ നിന്ന് വിളിച്ചാൽ പോരെ? അതിന് നല്ല പോകുന്ന വഴി നല്ല കുമരകം ഷാപ്പുണ്ട്. നമ്മൾ ഷാപ്പിൽ നിന്നാണ് മേടിക്കുന്ന ഫുഡ്. ഒട്ടും പറ്റില്ല, മതി മതി. നമ്മൾ വണ്ടിയെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജോബിനെ കൊണ്ട് ബുദ്ധിപരമായിട്ട് വെയിറ്റുള്ള സാധനം എടുപ്പിച്ചപ്പോൾ ഈ ജോബിന് അതിബുദ്ധി പ്രയോഗിച്ചു. വെള്ളത്തിൽ കൂടെ അതിനെ തള്ളിക്കൊണ്ട് വരുവാണ്. ഒരു സ്വല്പം പോലും വെള്ളം കയറിയിട്ടില്ല കേട്ടോ. ഇതേ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാം സെറ്റാക്കി ബോട്ടിൻ്റെ കവറൊക്കെ മാറ്റി. ശ്യാമണ അതിച്ചിട്ട് മാറി തന്നെ ഇങ്ങോട്ട്. ശ്യാമ അവിടെ ഒന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. എവിടെ ബാറ്ററിടക്കി എടുത്തെടുത്തു. കിൽസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കയറുമല്ലോ എല്ലാവരും. പെട്രോളിൻ്റെ സംഭവം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. പെട്രോളിൻ്റെ നോബ്, ചെമ്പല്ലി ഒന്നാ നീ പ്രാർത്ഥിക്കും, മുട്ടിപ്പായിട്ട് കരയ്ക്കുന്നത് പ്രാർത്ഥിക്കണം. ഓൾ സെറ്റ്. അതായത് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫൈൻഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ 16 അടി താഴ്ചയാണ് കാണിക്കുന്നത്. ഈ കാണിക്കുന്നതൊക്കെ മീനാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കാണിക്കുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ മീനുകളാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ മീനച്ചിലാറ്റിൽ നല്ല വെള്ളമാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും നന്ദും ജോബിനും ബോട്ടിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് ഉറപ്പായിട്ടും പറയും. കാരണം ഇത് ഭയങ്കര ഫണ്ണാണ്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ലൈസൻസ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലേ? പോയാലോ? എന്താ ഇത് ഓടിച്ചു വേണ്ടി? ഇപ്പോൾ ഇതൊന്നും അല്ല, നമ്മൾ മെയിൻ ആറ്റിലോട്ട് കണ്ടു. ഇവിടെ നമുക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടെ കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം ഇതുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ലോ ത്രോട്ടിലാണ് പോകുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇത് കാണണേ, ഒഴുക്കത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്റ്റിയറിംഗ് മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. കാര്യം സൈഡിലൊക്കെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ടും അവിടെയൊക്കെ ഈ ഓളം അടിച്ച് കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പയ്യാണ് പോകുന്നത്, ഏറ്റവും പയ്യെ. അപ്പോൾ ജോനെ പോയാലോ? കുറെ നാളായാലും നാടൻ ഉറപ്പായിട്ടും തരും നിങ്ങൾക്ക്. ഞാനിവിടെ UK പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ബോട്ട് എടുത്തിട്ട് എവിടെ വേണം? ലൈസൻസ് എടുത്താൽ മാത്രം മതി. അതാ പറഞ്ഞേ, നിങ്ങൾ ലൈസൻസ് എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വളരെയധികം എന്റർടൈൻമെന്റ് ആയിരിക്കും. താക്കോലൊക്കെ തരും, നിങ്ങൾ നോക്കിയോ? ഉറപ്പ്. നിങ്ങൾ ചെല്ലാം സെറ്റല്ലേ? ചൂണ്ട കാര്യങ്ങളെല്ലാം റെഡിയല്ലേ? എന്നാ പോയാലോ നമുക്ക്? ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റോളം നമ്മൾ മെയിൻ കായലിലോട്ട് എത്താനായിട്ട്. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഫുള്ള് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ഹൗസ് ബോട്ടിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് സ്നാക്സ് അതിൽ മേടിക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് വൈകി ഇവിടെ സൈഡ് ആക്കാൻ പറ്റും നോക്കട്ടെ. അതിനുണ്ട് പാർക്കിംഗ് സ്കിൽസ്. പണ്ട് ഇങ്ങനെയായിരുന്നു എന്തോ. നമ്മൾ അന്ന് ഞാൻ ബോട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലല്ലോ, ഇതിപ്പോൾ കൃത്യം പാർക്കിംഗ് ആയിരുന്നു. ബോട്ട് സൈഡിൽ, അതായത് നമ്മൾ എങ്ങും പോയി തട്ടരുത്. അതാണ് കേട്ടോ ഇതിൻ്റെ പാർക്കിങ്ങിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട കാര്യം. അപ്പോൾ നന്ദു എന്തെങ്കിലും സ്നാക്സ് മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ കെട്ടിക്കും. നന്ദു ആണെങ്കിൽ നമുക്ക് വേണ്ട സ്നാക്സ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നന്ദു കയറിയ സ്നാക്സ് കഴിക്കാൻ പിടിക്കാം. അടിപൊളി. കേട്ടോ കഴിച്ചിട്ട് നീ കയറിക്കോ. ഫുഡൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ലൊക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഈ ഒരു തോട് ജസ്റ്റ് ഈ ഒരു ഫ്രണ്ടിൽ മുള ഒഴുകി പോകുന്നുണ്ടോ, അതിൻ്റെ അങ്ങോട്ടേക്ക് കായലാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. കാരണം ഇവിടെ സ്പീഡ് ബോട്ട് ഓടിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ചെറു വള്ളങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്പീഡ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് സ്പീഡിലൊക്കെ പോകാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫിഷിങ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം.
നമ്മൾ ചൂണ്ടയിടാനുള്ള സ്ഥലം തപ്പി പോവാണ്. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് പാതിരാമണൽ കേട്ടോ. കുമരകത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പാതിരാമണൽ. ഇത് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പറ്റിയ ഒരു സ്ഥലം തപ്പി നടക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ താഴ്ച 7 അടി താഴ്ചയാണ് കേട്ടോ. 7 അടി താഴ്ച ഉണ്ട്. ഒരു സൈഡിൽ നല്ലതായിട്ട് മഴക്കാർ കയറി വരുന്നുണ്ടേ. പാതിരാമണലിൽ ആ ഒരു സൈഡിൽ നന്നായിട്ട് മഴക്കാർ കയറി വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും, ഈ ചിറയിൽ ആൾത്താമസമില്ലാത്ത ചിറയാണ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അടുപ്പിക്കാം. നമ്മൾ പണ്ടൊരു പ്രാവശ്യം കയാക്കിൽ വന്നിട്ട് ഇവിടെ മീൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചിറയിലോട്ട് പയ്യെ അടുപ്പിക്കാം. പിന്നല്ല, ആ അത് തന്നെ ഇവിടെ നിർത്താം അല്ലേ? ആണോ? യെസ്, പയ്യെ ഇറങ്ങിയത്, വെറുതെ വെക്കണ്ട, പയ്യെ ഇറങ്ങിയത്. കാരണം അതായത് പിടിക്കും. ആ എൻജിൻ പൊക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര 3.5 അടി താഴ്ചയുള്ളൂ കേട്ടോ. 3 അടി താഴ്ചയുള്ളൂ. സ്വിച്ചസ് എല്ലാം ഓഫ് ചെയ്യുന്നു. നമുക്കിവിടെ വെള്ളം അടിച്ച് കളയാം. ഇതൊരു പ്രേതാലയം കൂട്ടൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ശരിക്കും സൂക്ഷിച്ച് വേണം ഇവിടെ മീൻ പിടിക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആളനൊക്കെ ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ മീൻ പിടിക്കാൻ വരുമ്പോഴേക്കും വളരെ സൂക്ഷിച്ച് വേണം വരാനായിട്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളന്ന് ഇവിടെയാണ് കിടന്നത്. അല്ലേ വെച്ചാൽ രാത്രിയിൽ ടെൻ്റ് അടിച്ച് എവിടെ ഇതിനകത്ത് പോണോ? എല്ലാവരും സീറ്റ് ചവിട്ടിക്കട, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കയറിയിട്ടുണ്ട്. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലൈസൻസ് ഒക്കെ താല്പര്യമാണെങ്കിൽ ഇത് കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് ക്ലാസ്സും അതുപോലെ ലൈസൻസും എടുത്തു തരും. അതുപോലെ നമ്മൾ ഒത്തിരി പ്ലാസ്റ്റിക് കൂടെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നും നമ്മൾ തിരിച്ചിവിടെ ഉപേക്ഷിക്കത്തില്ല. ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകും. ഡിനോസറിൻ്റെ കുഞ്ഞാണോ? വാ നടന്നു നോക്കാം. നമ്മൾ അവിടെ അകത്തേക്ക് നടക്കുവാണ്. പാമ്പ് 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 ഉടുമ്പ്, നല്ലൊരു ഉടുമ്പ്. അതെ, നമ്മൾ കാസ്റ്റിംഗ് തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ചെറിയൊരു മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെങ്കിലും നമുക്ക് ചെറിയ മീൻ എന്തെങ്കിലും കാണുമായിരിക്കും. ഓ മൈ ഗോഡ്, പരലിൻ്റെ കൂട്ടം. ആദ്യത്തെ മീൻ ആര് പിടിക്കും നോക്കാവേ. അടി നടത്തിയ സാധനം നിൽപ്പുണ്ട്. ഫസ്റ്റ് മീൻ വരല്. അതായത് നമ്മൾ ആദ്യത്തെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല അടിപൊളി ചൊവ്വാലി പരലാണ്. ഇത് കണ്ടല്ലോ, ചൊവ്വാലി. ഇത് നമുക്ക് മീൻ ഇടാനായിട്ട് വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ വലയ്ക്കകത്തോട്ട് മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മമാർ ജീവനോടെ കിടന്നോളും. നെക്സ്റ്റ് അപ്പോൾ ആദ്യത്തെ മീൻ ഞാൻ പിടിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്ത് പിടിക്കുക? ജിനോജിൻ്റെ ആദ്യത്തെ മീൻ എന്നായിരിക്കും പറയാമോ? കൂരി ഏട്ടക്കൂരി. എന്നാണ്? ഓ സൂപ്പർ പരല്. ഒന്ന് കാണിച്ചു വെച്ചോ. നല്ല ഒന്നാം തരം കുറുവാപ്പരല് കേട്ടോ. ചെമ്മീനിട്ട് കിട്ടിയാലേ, ചെമ്മീനിട്ട് കിട്ടിയതാണ് കേട്ടോ. പിടിക്കും. ഒന്ന് നോക്കണം, അടുത്തിട്ട് പിടിച്ചോ. എനിക്ക് വൈ ജിനോജിന്റെ ചൂണ്ട ഇട്ട് വെച്ചിട്ട് ഇവിടുന്ന് എനിക്കൊരു കമ്പെടുത്തതാണ്. അതിനിടയ്ക്ക് ഒരു മീൻ പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. മീനാണോ? ഉറപ്പാണോ? അയ്യോ, പാമ്പ്. എന്നതാ? എന്ത് സാധനം? നോക്കട്ടെ. ആരനാണോ നോക്കട്ടെ. കാണിച്ചു എടുത്തോടെ പൊങ്ങി നോക്കട്ടെ. ആരിൽ തന്നെ. ഓ മൈ ഗോഡ് ഗൈസ്, പാമ്പാണെന്ന് തോന്നുന്നു. മണിഞ്ഞില് കുഞ്ഞ്. എടാ മണിഞ്ഞില് കുഞ്ഞ് സൂപ്പർ സാധനം. എനിക്കൊരു പേടിയില്ല ഇതിനെ പിടിക്കുന്നുണ്ട്. കൊമ്പുണ്ടോ? ഓ ഇവനെ നൈസ് ആയിരിക്കും അല്ലേ. തെരഞ്ഞയുടെ കൂടെ കിടന്നോളൂ. ഇവിടെ അല്ലേ കഴിഞ്ഞ് പോയോ? ചൂണ്ട കയറാൻ നോക്കിയോ. പിടിച്ചോ. മീനെ കണ്ടല്ലോ. ഏത് കണ്ടല്ലോ? മനഞ്ഞിൽ കുഞ്ഞ് ഇറങ്ങി പോയില്ലെങ്കിൽ ജിനോജൻ മാൻ ഓഫ് ദി മാച്ച് ആവുക കേട്ടോ. നൈസായിട്ടൊരു പാമ്പുണ്ടല്ലോ നമ്മുടെ ചൂണ്ടയുടെ നേർക്ക് വരുവാണേ. വെള്ളത്തിൽ കൂടെ വരുന്ന പാമ്പായിട്ട് ഉറപ്പായിട്ടും വിഷയില്ലാത്ത പാമ്പായിരിക്കും. പക്ഷെ നല്ല അടിപൊളി സൈസാണ് കേട്ടോ. അത് നിന്റെ നേർക്കാ വരുന്ന കേട്ടോ. മിണ്ടായിരുന്നു കേട്ടോ.
നൈസ് മീനാട്ടോ എന്തോ ഇവിടെ മഞ്ഞക്കുരി അല്ല മഞ്ഞക്കുരി അടിപൊളി. മൈ ഗോഡ് ഗൈസ്, സൂപ്പർ സാധനം. അന്തു കൊറേ നാളായി മഞ്ഞക്കുരി പിടിച്ചിട്ട് ഞങ്ങള് നല്ല മുളകിട്ട് വറ്റിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ. ഷാപ്പിലെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് മഞ്ഞക്കുരി. ഇതുണ്ട് എന്നാ സുന്ദരം ഇവിടെ കാണാനായിട്ട്. അന്തു വെൽ ഡൺ മൈ ബോയ്. എന്നാ ചോലെ തിരിച്ചു പോകുന്നു. എന്റെ വീട്ടിലേക്ക് നീന്താ പോവാണത്. ഇപ്പൊ നീന്താ തുടങ്ങിയ വൈകുന്നേരം വീട്ടിലെത്താൻ. ജോൻ പിടിക്കും കേട്ടോ. സൂപ്പർ സാധനം. ആണോ നീ ആദ്യമാണോ മഞ്ഞക്കുരി പിടിക്കുന്നേ? ആദ്യമായിട്ടാണോ കായൽ ചൂണ്ടിടുന്നേ? അടിപൊളി. നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനെ നൈസായിട്ട് നമ്മുടെ കവറിലേക്ക് ഇടുവാണ്. അടുത്ത പോരട്ടെ യോനെ പിടിക്കണോ? നീ എടുക്കുമ്പോ എനിക്കൂടെ തന്നെ പറഞ്ഞേ. നന്ദൂർ ആ സൈഡിൽ നല്ല കൊത്തു കൊത്തുന്നുണ്ടേ. അടുത്ത് അവിടെ ചില്ലാങ്കുരി സൂപ്പർ സാധനം. ഒരു സെക്കൻഡ് ജിലോശം എടുക്കാൻ വേണ്ടി പോണതേ കണ്ടോണേ. ഒന്ന് എടുത്ത് കാണിച്ചെന്ന് വെച്ചാൽ നന്ദുവിന്റെ മൂന്നാമത്തെ മീനാണ് കേട്ടോ. 3 ഇപ്പൊ നന്ദുവായി ടോപ്പ്. ഞാൻ അടുത്ത് കാണിച്ചെന്ന് വെച്ചാൽ ഇന്ന് സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആണ്. ഒന്ന് കാണിച്ചേ. ഇതിനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല കിടിലാണ് കേട്ടോ. ഇതും കപ്പ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അടിപൊളി. ഇപ്പം നമ്മൾ അടുത്ത് ചൂണ്ടയിടുവാണ്. ചെമ്മീനിലാണ് റിസൾട്ട് കൂടുതൽ കേട്ടോ. ചൂണ്ടയിട്ടിട്ടുണ്ട്. ചെമ്മീനിലെ റിസൾട്ട് കൂടുതൽ ഞാൻ പറയുമായിരുന്നു. ഇതേ നന്ദൂരിൻ്റെ അടുത്ത ചില്ലാങ്കൂരി. ഇതേ കണ്ടല്ലോ, നല്ല സുന്ദര മീൻ. ഇതിങ്ങനെ കരയുന്നതാണ് കേട്ടോ. കരയുന്ന മീനുകളിൽ വരുന്നതാണ് ക്യാറ്റ് ഫിഷ്. അതിനകത്തൊരു മീനാണ് ചില്ലാങ്കൂരി. കടലിലെ കരയുന്ന മീനുകളെ അറിയാമെന്ന് നിങ്ങൾക്ക് അതിന് പേരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. കടലിലെ ഒരു മീൻ തിമിംഗലം കരയും. പിന്നെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്നൊരു മീൻ ഇതെന്നറിയോ? കണമ്പ് അല്ല. ആര്? പാമ്പോ? അതല്ല, അവൻ ഉടക്കിയിരിക്കുക. പാമ്പോ? അവിടെ ജിനോജൻ മീൻ മഞ്ഞക്കുരി. ഇല്ലല്ല, പൂളാൻ. ഓ സൂപ്പർ. ഇന്നത്തെ അടുത്ത വെറൈറ്റി മീനാണ് കേട്ടോ. നമ്മുടെ നാട്ടില് പൂളാൻ എന്ന് പറയുന്ന മീനാണ്. ഈ അവനെ അവൻ അണ്ണാക്കി ചെന്നു കേട്ടോ. ഇതുണ്ടോ കാടിച്ചത് കയ്യെ മുറിഞ്ഞു. ഇതുണ്ടോ അവനെ ചുമ്മാ ബ്ലഡ് എടുത്ത്. ഭയങ്കര ശക്തി ഇതിന് കേട്ടോ. നല്ല ബൈറ്റ് ഫോഴ്സ് ഉള്ള മീനാണ്. അതെ പൂളാൻ. കേറി ശരിക്കും പറഞ്ഞ ചൂണ്ട കയ്യെ കയറിയിരിക്കുക. അയ്യോടാ പണിയാണ് മോനെ അത്. ഓ ഞാൻ എടുക്കട്ടെ മതിയോ? അല്ല. അയ്യോ ആമ. ദൈവമേ ഇത്ര നേരം ജോലി കളിയാക്കി വെറുതെ ആയിപ്പോയി. ഒരു പറമാണ്ട ആമ കടലാമയെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതെങ്കിൽ കൊണ്ടുപോകണം. അവനെ എടുത്ത് രക്ഷിക്കാം. പാവം. അയ്യോ താഴത്തെ അവനെ രക്ഷിക്കാം. ചൂണ്ടെടുത്ത് കീറിയെടുത്ത്. ഓ ജോബിനെ നിന്നെ കളിയാക്കി സോറി കേട്ടോ. ജോബിന് ഇവിടുന്ന് പറമാണ്ട ഒരു കടലാമേനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അവനെ രക്ഷിക്കടാ. ഞാൻ പറയാം അതെന്നെ രക്ഷിക്കടാ മോനെ. അവൻ നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ ചൂണ്ടയും കയറി. ഇത് കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ചൂണ്ടയില്ല. ഇത് ഇവിടുന്ന് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടി. നമ്മളിനി സ്ഥലം ഒന്ന് മാറി നോക്കാൻ വേണ്ടി പോവാണ്. ജോബിനെ പകർക്കോ. അതെ ജോബിന് ഇവിടുന്ന് നമ്മൾ ഒരു സാധനം പോലും ഒരു വേസ്റ്റ് ഒന്നും നമ്മളിവിടെ ഇട്ടിട്ടില്ല. നമ്മളിത് കേട്ടോ അത്യാവശ്യം നമുക്ക് ഒന്ന് മറക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേടാ. ഇനി നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം. നന്ദു തൊപ്പി വെച്ചേ. നമ്മള് മറ്റേ സ്പീഡിൽ വിട്ടപ്പോൾ തൂങ്ങി വെച്ചായിരുന്നു താഴോട്ട്. ആണോ? എന്നാ പറന്നു പോയിക്കാണോ? ഇല്ല അങ്ങനെ
അതല്ല ഓഫ് ചെയ്തോ. അങ്ങനെയുണ്ട്. അതാണതേ, ഞാൻ ഇവരെ എല്ലാവരെയും ക്ലാസ്സിന് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. അയ്യോ, നമുക്ക് ഈ പാലത്തിനടി കുറച്ച് നിർത്തി വേണമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ വിശന്ന് പൊരിഞ്ഞൊരു വഴി കഴി കേട്ടോ. നന്നായിട്ട് വിശക്കാൻ ഉണങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. ഇതുണ്ടല്ലോ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ വലത്ത് വശത്ത് ഒരു നാടൻ ഷാപ്പ്. അപ്പോൾ നമുക്കിവിടെ ഭക്ഷണം ഉണ്ടോ? സമയം 3 മണിയായി, ഭക്ഷണമുണ്ട്. അടിപൊളി. നമുക്ക് അകത്തിരുന്നാലോ? ചേട്ടനാണെങ്കിൽ നമുക്ക് കക്കാർച്ചിയും കൂടെ തന്നിട്ടുണ്ട്. അടിപൊളി, താങ്ക്സ് ചേട്ടാ. ഞാനുണ്ടല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. എത്ര നേരം കടിച്ചു പിടിച്ചിരിക്കുക. ഇവിടുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കപ്പ എടുത്ത് മീൻചാറിനകത്ത് ഇച്ചിരി മുക്കിയിട്ട് ഒരു ചെറിയ കഷ്ണം മീൻ ഉണ്ടല്ലോ. കക്കാർച്ചി കോട്ടയം ജില്ല മാത്രം ഇത്ര ഷാപ്പുള്ളൂ എനിക്ക് തോന്നുന്നു അല്ലേ? കോട്ടയം ജില്ല മാത്രമേ ഉള്ളൂ ഇത്ര അടുപ്പിച്ചടുപ്പ് ഷാപ്പല്ലേ? എനിക്കറിയത്തില്ല. പാലക്കാട് ഫുഡ് കഴിക്കുന്നു, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറയാം നമ്മൾ വന്ന വഴിക്കല്ല പോകുന്നത്, നമ്മൾ വേറെ വഴിക്കാണ് പോകുന്നത്. അതായത് കൈപ്പഴമുട്ടല്ല, ജോബിൻ്റെ കണ്ടത്തിലെ വഴി പോകുന്നത് കേട്ടോ. വാണിങ് ഇതിൻ്റെ ഷാല വാട്ടർ. ഇതേ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മീനൊക്കെ പിടിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുവാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര ക്യാച്ചൊന്നും നടന്നില്ല. ഫിഷിങ് അങ്ങനെയാണ് കേട്ടോ. ഫിഷിങ് എല്ലാ പ്രാവശ്യം നമുക്ക് ഇഷ്ടംപോലെ മീനൊന്നും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളുണ്ടായിരിക്കും. എന്നാലും നമുക്ക് എല്ലാവർക്കും ഫ്രൈ ചെയ്യാൻ അത്ര മീനുണ്ട് കേട്ടോ. ശോഭയും തുറന്നിട്ട് പപ്പ ഗേറ്റ് അടച്ചേക്കുവാണ്. പോയി നോക്കാം കേട്ടോ. മമ്മിയും പപ്പയും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. മടുത്തെന്ന് പറഞ്ഞാൽ പോരാ, പെരുവിരലിൻ്റെ അറ്റത്തുനിന്ന് ഇവിടെ വരെ വേദന. ഇന്ന് ശരിക്കും മടുത്തു. കുറേ നാൾ കൂടി ഇത്ര ഫിസിക്കലി എക്സോസ്റ്റ് ആകുന്നുണ്ടായിരിക്കും. കുറച്ച് മീൻ കിട്ടി, ഒന്ന് മറക്കാനുള്ള മീൻ കിട്ടി. എടുത്തുണ്ടോ? മീനാണോ? മീനെ കാണണോ? ഇതുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ അധ്വാനം. ഇത്രയും മീനാണ് കേട്ടോ. ഇതിനൊന്ന് വെട്ടി വറുത്തരാമേ. ഇതേ കണ്ടല്ലോ, നമുക്ക് ആക്ച്വലി ഈ മീനിനെ വറക്കാനോ ഫ്രൈ ആകാനൊന്നും പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് വന്നപ്പോഴേക്ക് ഒത്തിരി ലേറ്റായി. അപ്പോൾ മീൻ ആക്ച്വലി ചിലതൊക്കെ ചീഞ്ഞു പോയത്, പരലൊക്കെ പെട്ടെന്ന് ചീത്തയാവും. പക്ഷെ നമ്മളതിൻ്റെ ഫ്രീസറിൽ വെച്ചു. ചീത്തയായ മീൻ എന്താണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മീനുകൾക്ക് കൊടുക്കാം കേട്ടോ. മഞ്ഞക്കൂരി ഫസ്റ്റ് നമുക്ക് നല്ല ഒന്നാന്തരം മഞ്ഞക്കൂരി. ആർക്കാ കൊടുക്കണം? വലിയവന് കൊടുക്കാം. നോക്കി നിൽക്കുവാണേ. വേടാ. നമ്മൾ 2-3 കൂരി വേണ്ടിയിട്ടാണ്. ഓ, 2 കൊണ്ടുപോയി. ബെസ്റ്റ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ മോളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചേട്ടന്മാരുണ്ട് കേട്ടോ. ചേട്ടനാണ് ആക്ച്വലി നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്തത്. താങ്ക്സ് കേട്ടോ. ചേട്ടൻ്റെ പേരായിരുന്നു സനീഷ്. ചേട്ടൻ്റെ പേര് അനീഷ്. മോളുടെ പേര് അനന്തശ്രീ. താങ്ക്സ് കേട്ടോ.